ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലുവ എയർപോർട്ടിന്റെ എക്സിറ്റിൽ എന്നെ കാത്തുക്കുന്ന സൂരജിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഈ മാൾട്ട മുഴുവൻ ഇവന്റെ കൺട്രോളിലാണ്. ഇവിടെ എയർപോർട്ടിലെ സ്റ്റാഫുകൾ തൊട്ട് ബസ്സിലെ ഡ്രൈവർമാർ വരെ ഇവന്റെ ബെൽറ്റിലെ അംഗങ്ങളാണ്. എയർപോർട്ടിൽ നേരെ ഞങ്ങൾ പോയത് വെലറ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, വിച്ച് ഇസ് ക്യാപിറ്റൽ ഓഫ് മാൾട്ട. അവിടെ എത്തിയപ്പോൾ ആദ്യം പരതിയത് ഏതെങ്കിലും ചായക്കട ഉണ്ടോന്നാണ്. ഏതൊക്കെയാലും നമ്മുടെ നാട്ടിലുള്ള സുഗിയും തൊട്ട് സവാളവട വരെ അവിടെ ഉണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു ഷവർമയും പരിപ്പുടയും മേടിച്ച് ഞാൻ കഴിച്ച്. സൂരജ് റബ്ബർ പന്ത് പോലെ ഇരിക്കുന്ന ഒരു ബോണ്ടയും മേടിച്ച് തട്ടി. ഫുഡൊക്കെ അടിച്ചതിന് ശേഷം ഇവിടുത്തെ മേജർ അട്രാക്ഷൻ കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ പോലീസ് വണ്ടി സൂരജ് എനിക്ക് കാണിച്ചു തന്നു. പൂലീസിയ. അതിനുശേഷം ഞങ്ങൾ പോയത് വെലറ്റയിലെ പോർട്ടിനടുത്തേക്കാണ്. അവിടെ പോയിട്ട് കിടലിൽ 2 വ്യൂ ഒക്കെ കണ്ടു, കുറച്ച് വീഡിയോസൊക്കെ. അതിനുശേഷം ബോൾഗാട്ടി എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന അക്കോമഡേഷനിലേക്കാണ് ഞാൻ പോകുന്നത്. ബസ്സിൽ പോകുന്ന വഴിക്ക് മാൾട്ട മൊത്തം ചുറ്റി കാണിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, മാൾട്ടയുടെ ഒരു അങ്ങേ അറ്റത്താണോ എനിക്ക് റൂം എടുത്തുന്നത്, വിച്ച് ഈസ് സെൻറ്റ് പോൾസ്. ഓൾമോസ്റ്റ് 1 അവർ എടുത്ത് സെൻറ്റ് പോൾസിലേക്ക് ഞങ്ങൾക്ക് ജേണി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഫ്രീ ആണ്. നിങ്ങൾ ഇനിഷ്യലി ഒരു €5 എന്തോ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു കാർഡ് മേടിച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. UK മാതിരി പോസ്റ്റർ റീചാർജ് ചെയ്യുന്ന പോലെ എവരി ജേണിക്ക് റീചാർജ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എത്ര നാളവിടെ താമസിക്കുന്നു അത്രയും നാളെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മാൾട്ടയിൽ ട്രാവൽ കോസ്റ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയാം. നമ്മൾ ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നല്ലപോലെ ഒന്ന് കുറയ്ക്കാൻ പറ്റും കമ്പയർഡ് ടു UK. എന്നാൽ പിന്നെ അങ്ങനെയായിട്ട് ഗൈസ്, അടുത്ത വീഡിയോയിൽ ഞാൻ മാൾട്ടയിലെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.